കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ഈ കുട്ടികൾ എന്ന പരിഗണന എന്തിനുമുള്ള ഒരവകാശമാണോ എന്നുള്ളതാണ്. എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണോ എന്ന ചോദ്യമാണ് ഇന്ന് ഉയർത്തുന്നത്. കാരണം നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ്. ഒരു കുട്ടി ചെയ്യുന്ന പണി എന്താ? നെഞ്ചക്ക് കൊണ്ട് സഹപാഠിയുടെ തലയോട്ടി ഇടിച്ച് തകർക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ കൊളവല്ലൂർ എന്ന സ്ഥലത്ത് ഒരു കുട്ടിയെ നിലത്തിട്ട് ചവിട്ടിയിട്ട് അവൻ്റെ കൈ പിടിച്ചങ്ങ് ഒടിക്കുക, ആ കൈ 2 കഷ്ണമാകുക. ഒരു വീട്ടിൽ കയറിയിട്ട് ആ വീട്ടിലെ ആളുകളെ മുഴുവൻ കൊന്നൊടുക്കുക, അയൽവാസികളെ കൊല്ലുക, കാമുകിയെ കൊല്ലുക, ഉമ്മയെ കൊല്ലുക. അങ്ങനെ പിന്നെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് കുട്ടികൾ ചെയ്തു കൂട്ടുന്ന വിക്രിയകൾ വേറെയാണ്. ഇതെല്ലാം അവരുടെ റൈറ്റായി മാറുന്നുണ്ടോ? ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായ ഈ ഒരു കൊലപാതകത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി കൊന്ന കേസിൽ അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ, മെസ്സേജുകൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. നമ്മൾ ശിക്ഷിക്കപ്പെടില്ല, നമ്മൾ ഒന്നിച്ചല്ലേ ഇത് ചെയ്യുന്നത്, പിന്നെ അവൻ്റെ കണ്ണ് ഞാൻ അടിച്ച് പൊളിച്ചിട്ടുണ്ട്, അവനെ ഞാൻ കൊല്ലും എന്നൊക്കെയാണ് മക്കൾ പറയുന്നത്. നമ്മൾ അധ്യാപകരെ വടി ഉപേക്ഷിച്ചു. കുട്ടികളെ ശാസിക്കാനോ ഒന്ന് കണ്ണുരുട്ടാനോ പറ്റാത്ത രീതിയിൽ നിയമം അവർക്ക് വലയമൊരുക്കിയപ്പോൾ ആ നിയമം അവർ പഠിച്ചു. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ എന്തും ചെയ്യും. എന്നിട്ട് അവർ കാട്ടിക്കൂട്ടുന്നു പലതും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുട്ടികളിപ്പോൾ മുതിർന്നവർ കുട്ടികളായി. എല്ലാം അറിയുന്നവർ കുട്ടികളാണ്. അവരുടെ കയ്യിലുള്ള ഈ യന്ത്രം, മൊബൈൽ, അവർ A to Z കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അത് കൊണ്ടു നടക്കുന്നത്. മുതിർന്നവരായ നമ്മൾ മൊബൈൽ കയ്യിൽ വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ കുട്ടികളോട് ഇതിൻ്റെ അറിവ് തേടാൻ ശ്രമിക്കുന്നു. ഈ കാലത്ത് കുട്ടികൾ മുതിർന്നവരാകുകയും മുതിർന്നവർ കുട്ടികളാകുകയും മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ ഒരു കൊലപാതകം ചെയ്യാവുന്ന അത്ര ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഒരു നാട്ടിൽ ചെയ്താൽ അത് വലിയ വാർത്തയായിരുന്നു. ഇന്ന് എല്ലാ ദിവസവും പത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊലപാതക വാർത്തകളാണ്. അത് ചെയ്യുന്നതോ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, ഡിഗ്രിക്ക് പഠിക്കും 10ാം ക്ലാസ്സുകാരൻ വരെ ഈ പണിയെടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എങ്ങോട്ടാണ്? ഈ നിയമപരിരക്ഷ എത്രമാത്രം അപകടം ചെയ്യുന്നുണ്ട്? കുട്ടികളെ കുട്ടികളായി കണ്ട് അവരെ ശാസിക്കാനും നിയന്ത്രിച്ചും വളർത്തിയിരുന്ന ആ കാലത്തിൽ നിന്നും വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കുട്ടികൾ കടന്നപ്പോൾ, സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന ചെയ്തികൾക്ക് ഇനി എന്ത് ചെയ്യും? ഈ ചോദ്യമാണ് നേർരേഖ ഈ എപ്പിസോഡിൽ ഉന്നയിക്കുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 പേർ ആണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. ഒന്ന്, കണ്ണൂർ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയാണ്. അവർ നമ്മോടൊപ്പം ചേരുകയാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരാൾ ഡോക്ടർ ഇ താഹിർ, പാരാസൈക്കോളജിസ്റ്റാണ്. അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ രവി. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഹൃദയപൂർവ്വം വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡെപ്യൂട്ടി മേയറിൽ നിന്ന് തുടങ്ങാം. മേയർ, എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. കുട്ടികളെന്നത് എന്തിനുമുള്ള ഒരു ലൈസൻസായി, എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസായി ആ പ്രിവിലേജ് മാറിയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് കാണുന്നത്. കാരണം രക്ഷിതാക്കൾ അവരെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരുപക്ഷെ എനിക്ക് പറയാനുള്ളത്, അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെപ്പോഴും സംസാരിക്കും. അവരൊന്ന് പറയുമ്പോൾ പറയും ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുക്കും, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇതൊക്കെ പറയുമ്പോഴും അവരുടെ നിയമത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കടമകൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അത് അവർ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിൽ അവർക്കുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം അവർ സ്കൂളുകളിൽ പോയാൽ അത് ഉപയോഗിക്കുന്നു. അവർക്ക് എവിടെയാണ് പെരുമാറേണ്ടത്, എങ്ങനെ പെരുമാറണം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ ഡോമിനേറ്റ് ചെയ്യണം. മറ്റുള്ള കുടുംബങ്ങളിലെല്ലാം പേടിപ്പിച്ച് നിർത്തുന്ന ഒരവസ്ഥ ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നത്. രക്ഷിതാക്കൾ മക്കളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ തരത്തിലേക്ക് പോകുമ്പോൾ അവരുടെ സ്റ്റാറ്റസ് മറന്ന് പെരുമാറുന്നില്ല. കാരണം അത് അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അത് അവർ പുറത്തേക്ക് പറയുന്നില്ല എന്നുള്ളൊരവസ്ഥ ഒരുപാട് കുടുംബങ്ങളിൽ ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരുപാട് കൂട്ടുകെട്ടുകൾ. പിന്നെ ഒരു പ്രധാന കാരണം എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഒരു അവസരമില്ല, അവരെ ചേർത്ത് നിർത്തുന്നില്ല എന്നുള്ള വീടുകളിൽ നിന്ന് തന്നെ അവരുടെ ഒരു സ്വഭാവ രൂപീകരണത്തിന് പ്രധാന പങ്കുണ്ട് എന്നുള്ളതാണ്. പഴയ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, നമ്മളെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നമുക്ക് അവരുടെ ചുറ്റും ആളുണ്ടായിരുന്നു. ഇന്നൊരു അണുകുടുംബത്തിലേക്ക് മാറിയപ്പോൾ അവരെ ശ്രദ്ധിക്കാനോ അവരോട് ചേർന്നിരിക്കാനോ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ, എന്തിനധികം ഇന്ന് വീടുകളിൽ അത്താഴം പോലും ഒരുമിച്ച് കഴിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ രാത്രികാലങ്ങളിലുള്ള അത്താഴത്തിൻ്റെ സമയത്താണ് നമ്മൾ സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ, കോളേജുകളിലുള്ള വിശേഷങ്ങൾ, വീട്ടിലെ അയൽവക്കക്കാരുടെ വിശേഷങ്ങൾ, അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിൽ. ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ
ഫോണുകളാണ്. ഇന്ന് വീടുകളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഓരോരുത്തരുടെ കയ്യിലും മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം, അതിൽ നിന്ന് കാണുന്ന ഇൻ്റർനെറ്റിൻ്റെ, അതിൽ നിന്ന് അവർ കാണുന്ന കാഴ്ചകൾ അവരുടെ മാനസികമായ ശാരീരികമായ വളർച്ചയെ, അവരുടെ മാനസിക നിലയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ലഹരിയുടെ, അതൊക്കെ ചർച്ചയിൽ വരുമെന്നറിയാം. എന്നാൽ പോലും ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ അത് എവിടെ നിന്ന് കിട്ടുന്നു? എനിക്ക് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അക്രമവാസനകൾ കുട്ടികളിൽ വളരുന്നു. കുട്ടികളിൽ ദയ, സ്നേഹം, കരുണ, കാരുണ്യം ഇതൊന്നും ഇല്ലാത്തൊരു കുട്ടികളായി വളരുകയാണ്. അവർക്ക് ആ ഒരു വികാരം അവരിൽ നിന്ന് മാറിപ്പോയി. അവർക്ക് കിട്ടണം എല്ലാം, അവർക്കൊരു സാധനം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് കിട്ടിയിരിക്കണം. അത് എന്തുകൊണ്ട് കിട്ടുന്നില്ല? വീട്ടിൻ്റെ സാമ്പത്തിക പരിസ്ഥിതി, അതൊന്നും അവർക്ക് വിഷയമേ അല്ല. ആ ഒരു തരത്തിലേക്ക് നമ്മുടെ മക്കളുടെ ചിന്താഗതി മാറി. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, കുട്ടികളെ നമ്മൾ ഈ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ എൽ കെ ജി അല്ല, നമ്മളന്ന് LKG ഒന്നും ഇല്ലല്ലോ, അംഗനവാടിയും ഇല്ല. ഞാൻ നേരെ ഒന്നാം ക്ലാസ് പോയി ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കുഞ്ഞമ്പു മാഷ്, അങ്ങനെയുള്ള രാമമാഷ്, ഇവരെല്ലാം കാണുമ്പോൾ നമുക്കൊരു പേടിയാ. നമ്മൾ നല്ലപോലെ പഠിക്കും. ആ ഒരു ചൂരലിന്റെ വേദന ഇന്നും കൈകളിലുണ്ട്. ആ ഒരു കുട്ടികളെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തണം എന്നുള്ളത് നിർബന്ധമാണ്. പാരാസൈക്കോളജിയാണ്, സൈക്കോളജിയിലാണ് ഇപ്പോൾ ഫെലോഷിപ്പ് അല്ലേ? എന്താണ് ഈ പാരാസൈക്കോളജി? എനിക്ക് ഒരു ഓപ്പണായിട്ട് ചോദിക്കുന്നതിൽ ഒന്ന് സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും ഒക്കെ ഉണ്ട്. പാരാസൈക്കോളജി എങ്ങനെയാണത് വരുന്നത്? അതിന്റെ ഒരു സബ്ജക്ട് മാറുകയാണ് അല്ല, എന്നാൽ അതൊന്ന് പറഞ്ഞിട്ട് താങ്കളിലേക്ക് വരാൻ വിചാരിച്ചു. ഇത് ഡെപ്യൂട്ടി മേയറാണ്, അദ്ദേഹം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനാണ്. താങ്കൾ സൈക്കോളജിസ്റ്റ് അല്ല, പാരാസൈക്കോളജി. അപ്പൊ അതെന്താണെന്ന് ഇത് ആരാണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നല്ലൊരു ചോദ്യമാണ്. പാരാസൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കിക് ഫിനോമിനയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്, മാനസിക അത് മാനസികമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫ്രോയിഡിന്റെ സിഗ്മണ്ട് ഫ്രോയിഡാണ് അതിന്റെ ആരംഭം കുറിച്ചത്. പാരാസൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കിക് ഫിനോമിനയാണ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഒരു ശക്തി, അങ്ങനെയുള്ള വിശ്വാസം ഇതിൽ വരുന്നുണ്ട്. അതാണ് അതിന്റെ വിഷയം. എന്റെ ചോദ്യം ഇതാണ്, നമ്മളെ കുട്ടികൾക്ക് ഈ കുട്ടികൾ എന്ന പ്രിവിലേജ് അവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസായി ഇന്നത്തെ കാലത്ത് മാറിയിട്ടുണ്ടോ? കിട്ടുന്ന റിപ്പോർട്ടുകളും കാണുന്ന ചിത്രങ്ങളും നമ്മളെ അതാണോ പഠിപ്പിക്കുന്നത്, അറിയിക്കുന്നത്, കേൾപ്പിക്കുന്നത്? തികച്ചും ഒരു അപ്രസക്തമായ ഒരു ചോദ്യമാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഞാൻ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ കോളേജിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. കണ്ണൂരിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശമാണ് തോട്ടട. അവിടെ ശ്രീനാരായണ കോളേജ്, പോളിടെക്, ഇപ്പം പിന്നെ IT, അതുമാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെയുള്ള എല്ലാ കൂടുതൽ സമ്മിശ്രമായിരിക്കുന്ന ഒരു ഏരിയ. അതിൻ്റെ മധ്യത്തിലുള്ള ഒരു ന്യൂക്ലിയസിലാണ് ഞാൻ എൻ്റെ ക്ലിനിക്കുള്ളത്. ഈ 30 വർഷത്തെ എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണ് താങ്കൾ? മാത്രമല്ല പാരൻറ്റിങ്ങിന് വേണ്ടി ഞാൻ കേരളത്തിൽ നാനാഭാഗത്തും പാരൻറ്റിങ്ങിനുമായിട്ട് ഞാൻ ക്ലാസ് എടുത്തത്, കുട്ടികൾക്കല്ല. ഞാൻ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സബ്ജക്റ്റ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇതിന് ബേസിക് നമ്മുടെ ഫാമിലിയാണ്. ഈ ഫാമിലിനെ ആരും കാണുന്നില്ല. ഇപ്പം മേഡം പറഞ്ഞതുപോലെ സൂപ്പർഫിഷ്യലായിട്ടുള്ള അവതരണങ്ങളാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. സത്യത്തിൽ അത് ഒരു അപ്രസക്തമായ ഒരു ചോദ്യമാണത്. എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ ബിഹേവിയർ ഡിസോർഡർ വന്നത്? എൻ്റെ അനുഭവത്തിൽ പാരനോയ എന്ന് പറഞ്ഞൊരു കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ബിഹേവിയർ ഡിസോർഡർ ഉണ്ട്. അതിന് പാരനോയ എന്ന് പറയാം. ഇത് ബാധിക്കുന്ന കുട്ടികളിലാണ് ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ കാണിക്കുന്നത്. ഇതെങ്ങനെ ബാധിക്കുന്നു അത് പറയാം. ഇതിന് ഏറ്റവും ആൻസർ കിട്ടിയത് ജീനോം പ്രൊജക്റ്റ് വന്നതിന് ശേഷമാണ്. 1990-ലാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ലോകത്ത് കാഴ്ചവെച്ചത്. 6 രാഷ്ട്രങ്ങൾ, USA, UK, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ചൈന, ഈ 6 രാജ്യങ്ങളിലുള്ള ഉന്നതരായിരിക്കുന്ന സയൻറ്റിസ്റ്റുകൾ ഒത്തുചേർന്നുകൊണ്ടുള്ളൊരു പഠനം നടത്തിയത് ഈ ജീനോം പ്രൊജക്റ്റ് മാത്രമാണ്. 2003-ലാണ് ഈ ജീനോം പ്രൊജക്റ്റ് ഡിക്ലെയർ ചെയ്തത്. $3 ബില്യൺ ഇതിന് ചിലവായത്. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, നമ്മുടെ ആദരണീയമായിരിക്കുന്ന ഈ രാജ്യം, എല്ലാ കാര്യത്തിലും പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുന്ന രാജ്യം,
ഇതിൽ പങ്കെടുത്തില്ല. പങ്കെടുത്തില്ല. അതൊരു വലിയൊരു സംഭവമാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ജീവിതത്തിലൊരു ഭാഗ്യം, ഈ ജീനോം പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ മുരളീകൃഷ്ണൻ, അദ്ദേഹം കേരള ഗവൺമെൻറ്റിൻ്റെ ഫോറൻസിക് സയൻസിന് ഡയറക്ടറായിട്ട് റിട്ടയർഡ് ആണ്. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ജാക്കബ് സാർ, ഇവർ രണ്ടുപേരും കൂടി എനിക്ക് കണക്ട് ചെയ്യാനൊരു ഭാഗ്യം, മഹാഭാഗ്യം കിട്ടി. അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കിയത് 94 തോന്നുന്നു, കണ്ണൂരുണ്ടായിരുന്ന വലിയ സംഘർഷമാണ്. നിങ്ങൾക്ക് ചെറിയ ഓർമ്മയില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്ത ആളാണ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു രാഷ്ട്രീയക്കാരൻ കൊണ്ടുകയാണെങ്കിൽ ഇങ്ങനെ അതിനിടയിൽ കുട്ടികൾ ചെയ്തൊന്നും കൊലപാതകങ്ങളോ ക്രിമിനലോ ആക്ടിവിറ്റീസ് ഒന്നും അല്ല. നിങ്ങൾ സബ്ജക്റ്റ് അല്ല വാസ്തവത്തിൽ. അന്നത്തെ സംഭവങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. ഇത് കുട്ടികൾ ചെറിയ കുഞ്ഞുമക്കൾ കളിക്കുന്ന ചില വികൃതികൾ മാത്രമേ ഞാൻ കാണുള്ളൂ. ഇത് ഞാൻ സീരിയസ്നെസ് കൊടുക്കുന്നില്ല. ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ അതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഞാൻ എനിക്കൊന്ന് പറയാൻ അവസരം തരുന്നതായിട്ട് ഇടയിൽ കയറി പറയുമ്പോൾ അതിന്റെ സബ്ജക്ട് പൂർത്തിയാക്കാൻ പറ്റില്ല. അല്ല, ഇത് ഈ താങ്കൾ പറയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിച്ചത്. താങ്കൾ നിസ്സാരം എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ കയറി 5 പേരെ കൊല്ലുക, കൂടെ പഠിക്കുന്ന ഒരുത്തന്നെ നെഞ്ചെ കൊണ്ട് തലയോട്ടി തല്ലി തകർക്കുക, ഒരുത്തനെ നിലത്തിട്ട് ചവിട്ടിട്ട് കൈ ഒടിച്ച് കളയുക, കോമ്പസ് കൊണ്ട് ഒരുത്തന്നെ നെഞ്ചത്ത് കുത്തി അർമാദിക്കുക, ഇതെല്ലാം നിസ്സാരമായി കാണാൻ പറ്റുമോ? നിസ്സാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തുകൊണ്ട്? അതിലാണ് ആൻസർ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ജീനോം പ്രൊജക്റ്റ് വന്നതോടുകൂടിയാണ് ഇതിനൊരു ഉത്തരം കണ്ടെത്തിയത്. എന്താണ് ഉത്തരം? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെല്ലിൽ 300 കോടി DNA ഉണ്ട്. 300 കോടി. അതിൽ ATGC, അഡ്നൈൻ, തൈമൈൻ, ഗുണൈൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞിരിക്കുന്ന 4 നൈട്രജൻ ബേസസ് ഉണ്ട്. അത് ഒരു സെല്ലിൽ 35,000 ഉള്ളത്. ഈ ATയോട് GCയോട് ചേരാൻ പാടുള്ളൂ. 300 കോടി DNA ഉണ്ട്. ആ DNA അകത്ത് ക്രോമസോമിലാണ് അഡ്നൈൻ, തൈമൈൻ, ഗുണൈൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞ 4 നൈട്രജൻ ബേസസ് ഉള്ളത്. അത് ATയോട് GCയോട് ചേരാൻ പാടുള്ളൂ. അങ്ങനെയുള്ളത് 35,000 ജീനും ഒരു സെല്ലിലുണ്ട്. ഇതിൽ നമുക്കൊരു ടെസ്റ്റ് ചെയ്താൽ നമ്മുടെ ഈ സെല്ലിൽ എത്ര ജീനുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഒരു സലൈവ എടുത്താൽ മതി. സലൈവ ടെസ്റ്റിലാണ് ജീനിൻ്റെ മാപ്പ് കിട്ടും. അതിപ്പം ഇതുവരെ ഇന്ത്യയിലില്ലായിരുന്നു, ഇപ്പം ഹൈദരാബാദിൽ വന്നു, ഇതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബിഹേവിയർ കംപ്ലീറ്റ്, അതാണ് എൻ്റെ സബ്ജക്റ്റ്. ബിഹേവിയർ മുഴുവനും ഓരോരുത്തരുടെയും ബിഹേവിയർ നിർണ്ണയിക്കുന്ന ജീനോം സീക്വൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് MAOA, നിങ്ങൾ നെറ്റ് നോക്കിയാൽ കാണാം. MAOA എന്ന് പറയുന്ന ജീനുണ്ട്. ആ ജീൻ ക്രിമിനൽ ജീനാണ്. അതിനകത്ത് കൂടുതലുണ്ടാവും. അതുള്ളവർക്ക് ഈ ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് കാണിക്കും. അത് പണ്ടത് കണ്ടെത്തിയിരുന്നില്ല. ഇപ്പോഴും ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല. അല്ല, ഒരു ചോദ്യം അതാണ്, പണ്ട് ഈ കുട്ടികൾ ഇത്ര വയലന്റ് ആയിരുന്നില്ല, അപ്പൊ പണ്ട് ഈ ജീൻ ഉണ്ടായിരുന്നില്ല. ഉണ്ട്, ജീൻ ഹെറിഡിറ്ററി അന്ന് കുട്ടികൾ വയലൻസ് ഇല്ലാതെ. നല്ല ചോദ്യമാണ്. ഇവിടെ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ ജീന് അവിടെ കിടക്കും. 7 തലമുറയെ നമ്മുടെ എൻ്റെ നമ്മളൊക്കെ സംസാരിക്കുന്നവർ നമ്മുടെ ജനറ്റിക് ഫ്രാക്ചർ അനുസരിച്ചിട്ട് 7 തലമുറ ഉള്ളൊരു മെമ്പറാണ് ഞാൻ. എൻ്റെ ബിഹേവിയർ മുഴുവൻ ഏതെങ്കിലും ഒരു തലമുറയായിട്ട് കണക്ട് ചെയ്തിരിക്കും. അതാണ് ജീനോം പ്രൊജക്റ്റിനെ പറ്റി. പുറത്തേക്ക് വരുത്തതാണ് ആണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ആ വരുന്ന സാധ്യതയെക്കുറിച്ചൊന്ന് പറയാം. അതിനു മുമ്പ് നമുക്ക് ശ്രീ അഡ്വക്കേറ്റ് രവിയിലേക്ക് ഒന്ന് പോകാം. താങ്കൾ ചൈൽഡ് വെൽഫെയർ, കുട്ടികളുടെ വെൽഫെയർ ആണ് താങ്കളുടെ പ്രധാന വിഷയം. താങ്കളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള 100 കണക്കിന് കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഈ പറയുന്ന കുട്ടികളുടെ അവകാശ സംരക്ഷണമെല്ലാം കുട്ടികൾ അതിനൊരു ഏത് തരത്തിലാണ് എടുക്കുന്നത്? എന്ത് ചെയ്യാനുള്ള അവകാശമായി അത് മാറുന്നുണ്ടോ മക്കൾക്ക്? ഇതൊരു വൈഡ് ക്വസ്റ്റ്യനാണ്. അതിനങ്ങനെ ഒരു ചെറിയൊരു ആൻസർ തരാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഭരണഘടന തന്നെ വിഭാവനം ചെയ്തത് ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ഇവർക്കൊക്കെ പ്രത്യേക അവകാശങ്ങളാണ്. അതിനനുസൃതമായ നിയമങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ നിയമം, എല്ലാ നിയമങ്ങളും ദുരുപയോഗം ചെയ്യുന്ന മാതിരി ഈ നിയമത്തിൽ ചില ദുരുപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ കുട്ടികളെ മൊത്തത്തിൽ കാണണം. ഈ നിയമം കൊണ്ട് രക്ഷപ്പെടുന്ന എത്രയോ കുട്ടികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ സുരക്ഷയും സംരക്ഷണം, ചൈൽഡ് നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനാണ് മെയിൻലി ഈ ബാലനീതി നിയമമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എത്രയോ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു. എത്രയോ കുട്ടികൾ അവരുടെ കണ്ടീഷനിൽ നിന്ന് മാറി വളരാനുള്ള അവസരം ഈ നിയമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചില ക്രിമിനൽ മെന്റാലിറ്റിയുള്ള കുട്ടികളുടെ പ്രവർത്തനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയം അല്ല, എൻ്റെ വിഷയമല്ല. നമുക്ക് പറയുന്ന ഇന്ന് സമൂഹത്തിൽ നമുക്കറിയാം
ഈ ആഗോളതലത്തിൽ തന്നെ കുട്ടികളിൽ അക്രമവാസന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിലെടുക്കണം. അക്രമവാസന സമൂഹത്തിലില്ലേ? എന്തുകൊണ്ട് നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്ന മദ്യങ്ങളാണ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് എന്തെല്ലാം ന്യൂ ജനറേഷൻ ലായനികൾ ഇന്ന് അവൈലബിൾ ആണ്. അതിന് എത്ര സിമ്പിളായിട്ട് കടത്തിക്കൊണ്ടുവരാം. പണ്ട് നമ്മൾ ഉണ്ടാക്കാൻ സാധിക്കും. ബാംഗ്ലൂർ അതുപോലെ മറ്റ് സ്ഥലത്ത് കൊണ്ടുവരികയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് അതിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെ എല്ലാം സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ ഈ മാറ്റം കാണാം. ആ മാറ്റം കുട്ടികളിൽ. പക്ഷേ മുതിർന്നവരെക്കാൾ അക്രമാസക്തരാകുന്നത് കുട്ടികളായി മാറുന്നു എന്നൊരു പുതിയ ഒരു കാലം നമ്മൾ കാണാം. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തെ വാർത്ത എടുത്താൽ മുതിർന്നവരെക്കാൾ കൂടുതൽ അക്രമാസക്തരായി കുട്ടികളെയാണ് കാണുന്നത്. ഒരു 23 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്ത അത്രയും അക്രമം ഈ മുതിർന്നവർ ഈ സമയത്ത് ചെയ്തിട്ടില്ല. അത് കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അല്ല, മുതിർന്നവരായിട്ട് എത്രയോ അക്രമങ്ങളുണ്ട്, പക്ഷേ ഇത്രയും ഇല്ല പഠനങ്ങൾ. ഇന്നെന്താണ് എല്ലാം ഒരു സ്ഥലത്ത് നടന്ന സംഭവം അപ്പൊ തന്നെ ഫ്ലാഷ് ചെയ്ത് വരികയാണ്. അതിന്റെ സംവിധാനം നമുക്കുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം മാറ്റം വന്നിട്ടുണ്ട്? മുമ്പത്തെ മാതിരിയാണോ ഇന്ന് വീടുകളിലുള്ളത്? ഭർത്താവും ഭാര്യ രണ്ടുപേരും ഉദ്യോഗസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടാവും. രണ്ടുപേരും എപ്പോഴും തിരക്കിലാണ്. കുട്ടികളെ ആരും നോക്കുന്നില്ല. കുട്ടികളുടെ കാര്യത്തിന് വിടുന്നു. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ മൊബൈൽ വെച്ച് കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കുന്ന ഫാമിലി മാറിയിരിക്കും നമ്മൾ. അപ്പോൾ കുട്ടികൾ ആ മൊബൈൽ ഒരിക്കലും പിന്നെ കൈവിടുന്നില്ല. ഈ മൊബൈലിലാണ് നമ്മളെ ഫിംഗർ ടിപ്പിലാണ് എല്ലാ ലോകം മുഴുവനുള്ളത്. അല്ല, ഈ കുട്ടികളെ നമ്മൾ ശാസിച്ചും അത്യാവശ്യം 2 ചൂരൽ കൊണ്ട് 2 അടിച്ചും വളർത്തിയിരുന്ന കാലത്ത് ഈ കുട്ടികൾ കുറച്ചുകൂടി അച്ചടക്കമുള്ളൊരു അവസ്ഥയിലല്ലേ വളർന്നു വന്നിരുന്നത്. ശരിക്കും ഈ വടി അധ്യാപകർ ഉപേക്ഷിച്ചു. ശാസന പറ്റൂല, ഒന്ന് നോക്കി പഠിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ കുട്ടികൾ തന്നെ ഞങ്ങൾ തന്നെ എല്ലാം എന്നൊരു ധാരണ കുട്ടികൾക്ക് ഉണ്ടായിട്ടില്ലേ? ശാസന ഇന്നും ഉണ്ട്, ശാസിച്ച് വളർത്തുന്ന കുട്ടികളുണ്ട്. പക്ഷെ ചെറുപ്രായത്തിൽ തന്നെ വേണ്ട വിധത്തിലല്ല പലരും വളർത്തുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ ഇന്ന് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ കൂടുതൽ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവനിന്ന് അവിടെ അതുപോലെയുള്ള കൂട്ടുകെട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ള സംവിധാനമാണ്. അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവർക്കാണ് ആ ലഹരി കിട്ടുന്നത്. ഈ കുട്ടികൾക്കൊക്കെ ഇതിനൊക്കെ ചെലവിടാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടുന്നു? അതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇവർക്കൊക്കെ ഇന്ന് ലാവിഷായി ചെലവഴിക്കാൻ പൈസ കിട്ടുന്നു. അതിനുവേണ്ടി സംവിധാനം അവരുണ്ടാക്കുന്നു, അത് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ചിട്ട് തന്നെ കുട്ടികളെ അക്രമാസക്തരായി പല ഘടകങ്ങളുണ്ട്. ഈ കുട്ടികൾക്ക് സത്യത്തിൽ ഈ കൊടുക്കുന്ന ഈ സംരക്ഷണങ്ങൾ, ബാലാവകാശ നിയമങ്ങളിലെ ഈ ആനുകൂല്യങ്ങളുണ്ടല്ലോ, മാതാപിതാക്കൾക്ക് പോലും കുട്ടികളെ നോക്കാൻ കഴിയില്ല. ഒന്ന് ശാസിച്ചപ്പോൾ കുട്ടി വിളിക്കുകയാണ് ചൈൽഡ് ലൈനിലേക്ക്. ഇവരുടെ കമാൻഡോസ് അന്നേരം പാഞ്ഞെത്തും. എന്നിട്ട് കുട്ടിയുടെ മൊഴി രഹസ്യമായും പരസ്യമായി കേട്ടെടുത്ത് ചിലപ്പോൾ മാതാപിതാക്കൾ തന്നെ കിണിഞ്ഞു പോകും. ആ നിയമത്തിൻ്റെ ഈ പരിരക്ഷ കുട്ടികൾക്ക് കൂടുതൽ ധൈര്യം നൽകുന്നുണ്ട്. അല്ല, ആ പരിരക്ഷയാണല്ലോ ആ കുട്ടികളുടെ മൊബൈൽ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ശിക്ഷ ലഭിക്കില്ല, അവന് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അത് നമുക്ക് ഇപ്പൊ സമൂഹത്തിൽ തെളിഞ്ഞിരിക്കുക. ഇന്നലകളിൽ ഒരു ആളെ കൊല ചെയ്ത ഒരാള് ഇന്ന് വന്നിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരു സന്ദേശം, അത് പൊതുജനങ്ങളിൽ എന്ത് സന്ദേശം എത്തി കൊടുക്കുന്നത്? നാളത്തെ കുട്ടികൾക്ക്, വളരുന്ന കുട്ടികൾക്ക് ഞാൻ എന്ത് തെറ്റു ചെയ്താലും നാളെ എനിക്ക് ഈ സമൂഹത്തിൽ പരിരക്ഷ കിട്ടും എന്നുള്ള ഒരു തിരിച്ചറിവ്, അതിന് തക്കതായ ഒരു ശിക്ഷയിലൂടെ അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മക്കൾക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ആഴവും പരപ്പും അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇവിടെ വരണം. അല്ലാതെ അവരെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ അത് കണ്ടു വളരുന്ന കുട്ടികളും ആ തെറ്റിലേക്ക് ആകർഷിക്കപ്പെടും. ഈ ഇന്ദിര മേഡം പറഞ്ഞത് ഒരു കാര്യമല്ല. ആ ലെവലിൽ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല ശരിക്കും കുട്ടികൾക്ക്? ഇല്ല, കുട്ടികൾക്ക് ആവശ്യമായ പ്രൊട്ടക്ഷനേ കൊടുക്കുള്ളൂ. ഇതിലെല്ലാം നിയമത്തിലെല്ലാം അതിന് അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പ് ഈ നിയമത്തിലൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നലെ കൊലപാതകം നടന്നു, ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്നു. ഇതെന്ത് സന്ദേശം? നാളത്തെ മക്കൾക്ക് ഇത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇന്നത്തെ ഭാരതത്തിലെ നിയമപ്രകാരം കുട്ടികളെ എക്സാം എഴുതിക്കാതിരിക്കാനും പറ്റൂല. അത് വേറെ അല്ല, അത് ഒരിക്കലും അല്ല. അതാണ് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഒരു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജയിൽ പോലും ടൂറിസം കേന്ദ്രമാക്കാൻ പോകുന്നതാണെന്ന് പറയപ്പെടുന്നത്. ഇവിടുത്തെ സംവിധാനം എന്ന് പറയുന്നത് ഒരു അരാജകത്വ സംവിധാനം ഇവിടെ നിലനിൽക്കുക. ഇവിടെ ഒരു ഭരണ സംവിധാനമേ ഇല്ല എന്നുള്ള അവസ്ഥയാണ് മാറേണ്ടത്. രക്ഷിതാക്കളാണ് മാറേണ്ടത്. എല്ലാ പ്രസ്ഥാനം തന്നെ മാറണം. നിങ്ങൾ നിർഭയ കേസ് നടക്കുമ്പോൾ തന്നെ ഈ ചർച്ച നടന്നതാണ്. അതായത് 16 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ, 16 വയസ്സ് പൂർത്തിയായി 18 വയസ്സ് വരെയുള്ള കുട്ടികൾ പ്രത്യേകമായി കാണണമെന്ന് നിർഭയ കേസിന്റെ കാലത്ത് തന്നെ ഡിസ്കഷൻ നടന്നതാണ്. അല്ല, അവരെ പ്രത്യേകമായി, അതായത് ഹീനിയസ് ക്രൈം, അതിക്രൂരമായ കുറ്റം ചെയ്തവരെ കുട്ടികളുടെ കോടതിയിൽ പ്രത്യേകമായിട്ട് വിചാരണ ചെയ്യാം. അവർക്ക് 21 വയസ്സ് വരെ അവരെ സ്പെഷ്യൽ ഹോമിലേക്ക്
മാറ്റാം, അവരെ താമസിപ്പിക്കണം. 21 വയസ്സ് കഴിഞ്ഞ് അവരെ റിവ്യൂ ചെയ്യാം, അവർ മറ്റ് ജയിലിലേക്ക് അയക്കാം. ഇതൊക്കെ നിയമത്തിലുണ്ട്. പക്ഷെ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഡോക്ടർ താഹിർ, എൻ്റെ ഒരു ചോദ്യം ഇതാണ്. താങ്കൾ ഈ പറഞ്ഞ ഈ ജീനുകൾ ഉണ്ടല്ലോ, ഈ അപകടം വരുത്തുന്ന ഈ ജീനുകൾ, ആ ജീനുകൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കുട്ടികളിൽ കൂടി വരുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം ഫാമിലിയെ പറ്റിയാണ് ആദ്യം നാം പഠിക്കേണ്ടത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 ടൈപ്പ് ഓഫ് ഫാമിലി ഉള്ളത്. അതോറിറ്റി ഫാമിലി, പെർമിസീവ് ഫാമിലി, ഡെമോക്രാറ്റിക് ഫാമിലി. ഇത് 3ആണ് നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായ ഫാമിലി സെറ്റപ്പ്. ഓതറൈസ്ഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാം. 1-2 കുട്ടികളുണ്ടാവാം, നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ജീവിതം സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞുകൂടാ, അതെന്ന് പറഞ്ഞാൽ ഒതുക്കിക്കൂടാ. അതെ അതെ, ഒരു മാരേജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2 കുട്ടികളാവാൻ പാടുള്ളൂ. അതൊക്കെ ആദ്യം ഈ പേരൻസ് ഭാവനയെ കാണും. ആ പേരൻസ് ഭാവനയെ കാണുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വളർത്താൻ കുട്ടികളെ കഴിയുന്നവരില്ല. അപ്പം അങ്ങനെ വരുമ്പം തന്നെ എങ്ങനെ തിന്നണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ആരോട് പെരുമാറണം, എന്ത് പെരുമാറണം, മൊബൈൽ ഉപയോഗിക്കണം, ഇതൊക്കെ തന്നെ പേരൻസ് തീരുമാനിക്കും. ആ തീരുമാനത്തിൽ വഴിപ്പെട്ടുകൊണ്ട് കുട്ടികളായിട്ട് മാറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാമിലി. അത് ഭാര്യയും ഭർത്താവിയുടെ സാന്നിധ്യത്തിലാണ് കൂടുതൽ സക്സസ് ആയ ചരിത്രമാണ് കേട്ടിട്ടുള്ളത്. അല്ല, അത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാൽ കേരളമാണ് നമ്മൾ സബ്ജക്റ്റ്, കേരളത്തിലാണല്ലോ. അപ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെറ്റപ്പ്, അതായത് അതോറിറ്റി ഫാമിലി എന്ന് പറയുന്ന സെറ്റപ്പ് വളരെ അടുത്ത കാലത്താണ് വന്നത്. കൂട്ടുകുടുംബ അവസ്ഥയിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവിടെ തന്നെ കൗൺസിലിംഗ്, നമ്മൾ സെപ്പറേറ്റ് ഒരു കൗൺസിൽ നമ്മളെ പോലെ ആൾക്കാർക്ക് വരേണ്ടി വന്നില്ല. അവിടെ മാമന്മാരായിരിക്കും അത് ഏറ്റവും കൗൺസിൽ ചെയ്യുക. അപ്പോൾ ആ സെറ്റപ്പ് മാറി, നമുക്ക് ഭാവനയും കൂടി കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പം ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വരും, അതുപോലെ 2 കുട്ടികൾ, അത് ആണായിരിക്കണം പെണ്ണായിരിക്കണം നേരത്തെ തീരുമാനിക്കും. അപ്പോൾ അത് കിടക്ക് 2 പെണ്ണ് വന്ന് വീട്ടിൽ നോക്കിയിട്ട് നമുക്ക് മാറ്റിയിട്ട് തീരുമാനിക്കാം. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ആ സെറ്റപ്പിൽ വർക്കിയ കുട്ടികൾ ഒരു പറഞ്ഞ ഈ അവർ ശരിക്കും സപ്രസ് ചെയ്യുക. 2 ഈ ഒരു തവള ഇതിൽ കുടിക്കുന്ന പോലെ, ഇതിൽ കുടുങ്ങിപ്പോയുള്ള തവള മുന്തി ചെയ്യണമല്ലോ. അതുപോലെ ഈ കുഞ്ഞുമക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ രൂപത്തിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇങ്ങനൊരു സെറ്റപ്പുള്ളൊരു ഫാമിലി ഉണ്ട്. അത് വളരെ ചെറിയൊരു ഫാമിലിയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷനുള്ള ആൾക്കാരിലുള്ളത്. അവർ വലിയ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാരായിരിക്കും. അത്തരത്തിലുള്ള ഫാമിലീസ് എൻ്റെ അടുത്ത് ധാരാളം കൗൺസിലിന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് അഡ്വക്കേറ്റിനെ പോലെ കുറേ വക്കീലന്മാർ എൻ്റെ അടുത്ത് അയക്കുന്നുണ്ട്. രണ്ടാമത്തെ അതോറിറ്റി കഴിഞ്ഞാൽ പിന്നെ പെർമിസീവ് ഫാമിലി, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കേരളത്തിൽ 45 ലക്ഷത്തോളം പേരൻസ് ഇല്ലാത്ത സംസ്ഥാനം നമ്മുടെ കേരളം. 45 അല്ല, പേരൻറ്റിൽ ഒന്നെങ്കിൽ ഫാദർ ഉണ്ടാവില്ല അല്ലെങ്കിൽ മദർ ഉണ്ടാവില്ല. ഇവ രണ്ടാളെയും 45 ലക്ഷം 40 ലക്ഷം കുറച്ച് മുമ്പുള്ള കണക്കുകൾ. 3.5 കോടി ജനങ്ങളിൽ 40 ലക്ഷം പേരൻസ് ഇല്ല കേരളത്തിൽ. സിംഗിൾ പാരന്റ് കേരളത്തിലില്ല. കാരണം മിക്കവാറും ഫാദറുടെ റോൾ അമ്മ എടുക്കും, മദർ എടുക്കും. അപ്പോൾ ഫാദർ പുറത്തായിരിക്കും. അങ്ങനെ ഞാൻ കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികൾ ഈ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് അവരെ വിളിക്കും. അങ്ങനെ നിൻ്റെ ഫാദർ എവിടെയുള്ള ഗൾഫിലാണ് അല്ലെങ്കിൽ അവിടെ ബോംബെയിലുള്ളത്. അപ്പോൾ ഒരു ഫാദർ റോള് ഒരു കുട്ടിക്ക് കിട്ടുന്നില്ല. അവിടെ അതിൻ്റെ ആക്ഷൻ മദറിൽ സംക്രമിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ഫാമിലി. അതുകൊണ്ടാണ് പിന്നെ അതോറിറ്റി ഫാമിലി. ആ ഫാമിലി 45 ലക്ഷത്തിലധികം ഉണ്ടെന്നാണ് കണക്ക്. അത് വിദേശത്ത് പോയടക്കം. അപ്പോൾ അവർ ഇഷ്ടംപോലെ ക്യാഷ് അയച്ചു കൊടുക്കും. അതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, ധാരാളം അനുഭവങ്ങളുണ്ട്. എന്ന് പേരൻസ് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവരെന്താ പറയുന്നത് പറഞ്ഞാൽ, നമ്മളിവിടുന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുക, അടുത്ത എൻ്റെ മക്കളിൽ നന്നായിട്ട് ആവട്ടെ, ഈ കഷ്ടപ്പെടരുത് ചെയ്ത്. കാരണം അവർ പറയും നമ്മളിവിടെ ഇഷ്ടംപോലെ ചോക്ലേറ്റ് കിട്ടും, ചോക്ലേറ്റ് നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. അത് വാങ്ങിച്ചു വെച്ചിട്ട് പോകാൻ നേരത്തെ ഞാൻ മക്കൾക്ക് വരും. ആ മക്കളാണ് ഇത് കാണിക്കുന്നുള്ളത് വേറെ പ്രശ്നം. അത് അതിൻ്റെ സീരിയസ്നെസ് വേറെ ഉണ്ട്. മറ്റൊന്ന് കാര്യം, ഡെമോക്രാറ്റിക് ഫാമിലി. ഡെമോക്രാറ്റിക് പറഞ്ഞു പറഞ്ഞാൽ അച്ഛൻ്റെ ചെരുപ്പിടാൻ മകൻ പ്രായാൽ പിന്നെ അച്ഛനല്ല, ഫ്രണ്ടാ. അമ്മയുടെ സാരി ഇടാൻ മോള് പ്രായമായ പിന്നെ മോളല്ല, ഫ്രണ്ടാ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് തമ്മിൽ അവർ ഡീൽ ചെയ്യും എന്ന് പറയും ഡെമോക്രാറ്റിക് ഫാമിലി.
അപ്പോൾ ഏറ്റവും നല്ല കുടുംബം ഏതായിരിക്കും നിങ്ങളുടെ? ഈ ഡെമോക്രാറ്റിക് ഫാമിലി ഉള്ളതുകൊണ്ട് അത്ര കുറച്ചെങ്കിലും ഉള്ളതുകൊണ്ട് നമ്മൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര അപകടകരമായ രീതിയിലേക്ക് പോകും. ഡെമോക്രാറ്റിക് ഫാമിലി എന്ന് പറഞ്ഞാൽ അപകടകരമായ സ്ഥിതി ഉണ്ടാകുന്ന ആദ്യം പറഞ്ഞ ഈ ഫാമിലി കേരളത്തിലുള്ളതാണ് നമ്മളെപ്പോലുള്ള ആളുകളുടെ ഭാഗ്യം. അതായത് ഈ ഡെമോക്രാറ്റിക് ഫാമിലി അതും തകർത്തു. തകർത്തു. ഡെമോക്രാറ്റിക് ഫാമിലി ഡെമോക്രാറ്റിക് സോഷ്യലിസം ഇതൊക്കെ പോയി. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നില്ല, അല്ല ഡെമോക്രസി എന്നുള്ള വേർഡ് തന്നെ ഉപയോഗിക്കാൻ ലജ്ജ തോന്നുന്നു. കാരണം പാർലമെന്റ് അടിച്ചു പൊളിക്കുക, അസംബ്ലികളിൽ അടിച്ചു പൊളിക്കുക, അധ്യാപകന്മാർ പിന്നെ തമ്മിൽ ബഹളം ഉണ്ടാക്കുക, സമരം ചെയ്യുക, സമരം ചെയ്യാത്ത ആളുകളെ അവർ തേർഡ് ക്ലാസ് ആയിട്ട് മാറ്റുക. അതൊരു പൊളിറ്റിക്കൽ സ്വഭാവമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ അറിയോ? അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുക. അപ്പോൾ അത് ഈ ഡെമോക്രാറ്റിക് ഫാമിലി വരുമ്പോൾ അച്ഛനോട് അച്ഛ ഈ ഡൈ ചെയ്ത് നടക്കരുത് കേട്ടോ അച്ഛ, അച്ഛന് 60 വയസ്സായില്ലേ, അതുകൊണ്ട് മുടി കറുപ്പിച്ചു ഇത് കറക്കുന്ന അച്ഛൻ മോനെ നാളെ ഒരു കറുപ്പിക്കൂല കേട്ടോ. അമ്മ എന്താ ഇപ്പോൾ സ്റ്റൈലായിട്ട് നടക്കുന്നത്, കണ്ണാടി നോക്കാണ്ട് അമ്മ പുറത്തിറങ്ങുന്നില്ലല്ലോ എന്ന് മകൾക്ക് പറയാനുള്ള ധൈര്യമുണ്ട് ആ ഫാമിലിയിൽ. അപ്പോൾ അവർ ഫ്രണ്ട്സായിരിക്കും, അവരെ കൂട്ടായ്മയായിരിക്കും. അവർ അച്ഛൻ വളരെ സാധ്യതയുള്ള ഏത് ഫാമിലിയിലുള്ള കുട്ടികളിലാണ് ഈ ജീന് ജനറ്റിക് ഫാക്ടറാണ് ഏറ്റവും കറക്റ്റായ ഫാക്ടർ. അവർക്ക് ഈ ഇതിൻ്റെ തെഫ്റ്റ് ജീനൊന്നുമില്ല. അത് മോശമെടുത്തുന്ന ജീന് അതൊക്കെ ഉണ്ട്. സാധാരണ കോളേജുകളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും ചില കുട്ടികൾ ടീച്ചേഴ്സ് അയക്കാറുണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ദയനീയമായി തോന്നും. ഈ ക്രിപ്റ്റോമാനിയ എന്നൊരു രോഗമുണ്ട്. ക്രിപ്റ്റോമാനിയ അതായത് അറിയാതെ മറ്റുള്ള കുട്ടി കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫാമിലി വിളിച്ചു, സാർ എൻ്റെ മോളെ കൊണ്ടുവരണം, ഞാനിങ്ങനെ അത് തകർന്നിട്ടാണ് നമ്മളത്, എല്ലാവരുടെ ഏറ്റവും മോളേ ഉള്ളൂ, എല്ലാ സ്ഥലത്തും അവൾ അടുത്ത കുട്ടികൾ എന്തോ സാധനം മോഷ്ടിച്ച് അവൻ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, കൊണ്ടുവരട്ടെ വെച്ചിട്ട്. അപ്പോൾ കുട്ടികൾക്ക് അറിയുന്നില്ല കുട്ടി. ക്രിപ്റ്റോമൈൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വാട്ടർ ഇപ്പൊ ഈ കുട്ടികൾ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയ കുട്ടികളില്ലേ, മൃഗീയമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടത്തിയത്, ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള എന്തൊരു മാനസികമായ എന്തെങ്കിലും വ്യവഹാരങ്ങൾ താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ്, എന്താണ് അത്? ഞാൻ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസുള്ള കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കുട്ടികളെ സാധാരണ കൗൺസിലിംഗ് ചെയ്യാറില്ല. ഞാൻ അവരോട് നിങ്ങൾ മാറി നിൽക്കും, നിങ്ങൾ തമ്മിൽ വെക്കിനെ കൊണ്ടുവന്നു. ഈ പേരൻസ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അമ്മമാരെ കൊണ്ടുവരാം, ചിലപ്പം ഈ വക്കീലന്മാരായിരിക്കും. ഞാൻ പറയും 2 പേരുമാണ്, എന്നാലും ഞാൻ കേസ് എടുക്കുള്ളൂ എന്ന് പറയും. അവർ വന്ന് ഞാൻ ചോദിക്കും, ഈ മോനെ അവിടെ മാറ്റി നിർത്തും, നിങ്ങൾ തമ്മിൽ ബന്ധം എങ്ങനെയാണ്? അപ്പോൾ അവരൊന്നും മിണ്ടില്ല. അപ്പോൾ 3 ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ഉണ്ട്. പാരൻസ് അത് ഒന്ന് ഡൊമൈൻ ടൈപ്പ്, റെസിസ്റ്റീവ്, ഇത് 2 ഉണ്ട്. ഈ പുരുഷൻ ഡൊമിനൻറ്റും സ്ത്രീയും ഡൊമിനൻ്റാണെങ്കിൽ അവിടെ ഡിവോഴ്സ് ഉറപ്പാണ്. കാരണം അവർ ആധിപത്യത്തിന് വേണ്ടി ശ്രമിക്കും, ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അവർ വിട്ടുകൊടുക്കില്ല, അങ്ങനെ അടിയാവും, പിന്നെ പിരിയും. മറ്റൊന്ന് പറഞ്ഞാൽ ഡൊമിനൻ്റ് റെസിസ്റ്റീവ്. പുരുഷൻ ഡൊമിനൻ്റ് ആയിരിക്കും, ഒരു ആധിപത്യ സ്വഭാവിക്കും, മറ്റേ റെസിസ്റ്റീവ് ആയിരിക്കും, അതിന് സഹിച്ചു കൊടുക്കും. ഭർത്താവ് ഏകാധിപരാകുമ്പോൾ ഭാര്യ അത് കുറച്ച് താണു കൊടുക്കും. അപ്പോൾ അവർ പറയും ശരി, അത് ഡിവോഴ്സ് ഒന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കോംപ്രമൈസ് പോകും. 2 ആകുമ്പോൾ പിന്നെ ഡിവോഴ്സ് തന്നെ. 3ാമത് 2 റെസിസ്റ്റീവ് ആയിരിക്കും. ആ വീടുകളിൽ ഒരു പ്രശ്നങ്ങളുണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് ഫാമിലീസിൽ ഞാൻ കണ്ടെത്തും. എൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ പാവ കുഞ്ഞു മക്കളെ ബുദ്ധിമുട്ട്, ഞാൻ മക്കളെ ഭാഗത്ത് കുഞ്ഞുമക്കൾ അടുത്ത് കെട്ടിയിരുത്തുന്നത് എന്തിന് കുഞ്ഞു പാവ മക്കളെ ഇപ്പോഴും. നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ നിങ്ങൾക്കും മക്കളുണ്ട്. ഡെപ്യൂട്ടി മേയറിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന കുട്ടികൾ, നിങ്ങളിപ്പം പല സ്ഥലത്തും ഇപ്പോൾ സ്വകാര്യ സംഭാഷണത്തിൽ പയ്യാമ്പലത്തുള്ളൊരു അനുഭവം പങ്കുവച്ചിരുന്നു. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, അവർക്ക് ഒന്നാമത് സമൂഹത്തിന് ഒരു പേടിയില്ല. ഞങ്ങളെ കാലത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളെ കുടുംബം, നമ്മളെ കുടുംബം കുട്ടികളുടെ ഒരു ചോദ്യം ഇപ്പം നിങ്ങൾ പറയുന്നു, ഇപ്പം ഡെപ്യൂട്ടി മേയർ ഒരു കോൺസെപ്റ്റിൽ തെറ്റ്, പരസ്യമായ ഒരു ലേഡി, ഒരു പെൺകുട്ടി പരസ്യമായ ഒരു പെങ്കടിക്കുന്നുണ്ട്, തെറ്റായിട്ട് തോന്നും. എന്നെ സംബന്ധിച്ച് ഞാൻ വളർന്ന സാഹചര്യത്തിലും എന്റെ അനുഭവത്തിലും അത് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാല് ഒരു ആൽക്കഹോളിക് കഴിക്കുന്നത് അത് തെറ്റായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ ശീലിച്ചത്, അനുഭവിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ അരാജകത്വം വളർന്നിരിക്കുന്നു. ഇവിടെ ഒരു രാഷ്ട്രീയ സമൂഹം എന്ന് പറയുന്നത് ഇപ്പൊ കോളേജുകളിൽ SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ള
എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതിപ്പോ രാഷ്ട്രീയമായി മറുപടി പറയാൻ ആളില്ല ഇവിടെ. അതുകൊണ്ട് അല്ല രാഷ്ട്രീയം വേണ്ട. അല്ല ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളില് കുട്ടികളില് ഇങ്ങനെയുള്ള ഒരു മുതിർന്നവരെ ബഹുമാനിക്കണം. അത് കുട്ടികളിലെ പഠിക്കേണ്ടത്. ഇവിടെ പറഞ്ഞതുപോലെ അത് കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും സ്കൂളിൽ പോയ മാറിയില്ലേ? തെറ്റും ശരി അല്ല അത് മാറില്ല. ഡെപ്യൂട്ടി മേയർ, നമ്മള് ഈ കോവിഡ് വരുന്നതിന് മുമ്പ് നമ്മൾ 3-ാം ക്ലാസ്സിലെ കുട്ടിയുടെയും 2-ാം ക്ലാസ്സിലെ കുട്ടികളുടെയും മൊബൈൽ ഉണ്ടായിരുന്നില്ലല്ലോ. കോവിഡ് വന്നപ്പോൾ നിയമവിധേയമായി നമ്മൾ തന്നെ കുട്ടിക്ക് ഫോൺ കൊണ്ടേ കൊടുത്തു. അതിന്റെ ദൂഷ്യഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. മാറുന്നതിനനുസരിച്ച് ആ കാലം മാറുമ്പോഴും നമ്മളെ മൂല്യങ്ങൾ നഷ്ടപ്പെടുക, നമ്മുടെ സംസ്കാരം നമ്മൾ അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള മാനത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ തലമുറയാണ്. ആ തലമുറ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ സംസ്കാരം, മൂല്യങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളർച്ചയിലേക്കാണ് നമ്മുടെ കാലഘട്ടം പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രവി, എൻ്റെ ഒരു ചോദ്യം, ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. പഴയ കാലത്തുള്ള അതേ മൂല്യങ്ങൾ ഇന്നും നിലനിൽക്കും അല്ലെങ്കിൽ നിലനിൽക്കണം എന്ന് ശ്രദ്ധിച്ചാൽ നടക്കുമോ? എന്താണ് താങ്കൾ? നടക്കൂല. നമ്മളെത്ര മാറി അത് നമ്മൾ പരിശോധിക്കട്ടെ. നമ്മൾ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്താൻ നമ്മൾ മാറിയില്ലേ? നമ്മളിപ്പോ പഴയ മാതിരിയാണോ? അപ്പൊ ആ മാറ്റം അവിടെയുണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും, എങ്ങനെ നല്ല കുട്ടികളാക്കി മാറ്റുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ വെറും കുറ്റപ്പെടുത്തൽ കൊണ്ട് മാത്രം കാര്യം നടക്കൂല. കുട്ടികൾക്ക് ഇന്ന് സ്കൂളിലൊക്കെ കൗൺസിലിംഗ് സംവിധാനമുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. നല്ല അവകാശങ്ങൾ മാത്രമല്ല, അവകാശങ്ങൾ മാത്രമല്ല, പല സ്ഥാപനങ്ങളിൽ നല്ല ലീഡേഴ്സ് അവർക്കില്ല കുട്ടികൾക്ക്. പക്ഷെ മേയർ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര എതിർപ്പുണ്ട്. ക്യാമ്പസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ പല സംഘടനകളും കേരളത്തിലുണ്ട്. അത് നമ്മളൊരു സംഘടന ഇവിടെ കുറ്റപ്പെടുത്തൽ യാതൊരു അർത്ഥവുമില്ല. ഭീകരമായി ഇതിനേക്കാളും കുറ്റം നടത്തിയ സംഘടനകളുണ്ട്. നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഇതിനേക്കാളും കുറ്റം ചെയ്ത സംഘടന കേരളത്തിലുണ്ട്. ഡിസ്കസ് ചെയ്യുന്ന സംഭവമല്ല. അതല്ല ഇപ്പൊ പൊളിറ്റിക്സേ അല്ല. ഇപ്പൊ കോഴിക്കോട് നടന്നതായാലും തിരുവനന്തപുരത്ത് നടന്ന ഇതൊന്നും പൊളിറ്റിക്സേ അല്ല. നമ്മൾ എങ്ങനെ കുട്ടികൾ ഇങ്ങനെ മാറി, അതിന് നമ്മൾ എന്തെല്ലാം സംഭാവന ചെയ്തു, സമൂഹം എന്ത് സംഭാവന ചെയ്തു, കുട്ടികൾക്ക് ചുറ്റും ഫാമിലിക്ക് ചുറ്റും സമൂഹം, അതിന് ചുറ്റും രാജ്യം, ഇങ്ങനെയാണല്ലോ ഉള്ളത്. നമ്മളിത് താഴെ തന്നെ തുടങ്ങുക. ആദ്യം ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമെന്ന് നോക്കേണ്ടത്. നമ്മൾ വീട് സെന്റേഡ് ആയിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. ഓരോ വീടും സെന്ററായി എടുത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ തയ്യാറാക്കണം. അതാണ് പൊതുപ്രവർത്തകർ ചെയ്യേണ്ടത്. ഡോക്ടർ താഹിർ, എങ്ങനെ ഇപ്പം നിങ്ങൾ 30 വർഷമായി കൗൺസിലിംഗ് ഉണ്ട്. ഈ പണ്ടെല്ലാം കുട്ടികൾ വരുമ്പോൾ അവരുടെ ഒരു കുട്ടി എന്ന നിലയ്ക്ക് കുട്ടികൾക്ക് എപ്പോഴും അവരൊരു ചെറിയ ഒതുക്കവും അവരങ്ങനെ ഭയഭക്തി ബഹുമാനമൊക്കെയുള്ള ഒരു തലമുറ അവൾ വളർന്നു. ഭയമില്ലാത്തൊരു സമൂഹം കുട്ടികളുടെ ഇടയിൽ വളർന്നു വരുന്നത് താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ? അങ്ങനെ ഒരു എങ്ങനെയാണ് അത് കാണുന്നത്? ഞാൻ ഭയം എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണെന്നുള്ള. എന്താണ് കാരണം? ഭയം ഇല്ലേ? ധൈര്യം ഇല്ലായ്മക്കാണ് ഭയം എന്ന് പറയുന്നത്. ആക്ച്വലി ഭയം എന്ന് പറഞ്ഞില്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനേറ്റ് ചെയ്യാം, നമുക്ക് ഉള്ളതാണ്, ധൈര്യം ഉള്ളത്. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഭയം എന്നുള്ള വികാരം വരുന്നത്. ആക്ച്വലി നമുക്ക് എങ്ങനെ ഹക്കൻ ഡെവലപ്പ് കറേജ്, അതാണ് നമ്മുടെ സബ്ജക്ട്. ധൈര്യം ഉണ്ടാകും, അതാണ് സബ്ജക്റ്റ്. എന്നാൽ ഭയം പോക്കാന്നുള്ളതല്ല. ഇവിടെ റീസെൻ്റായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. തലക്ക് ചുട്ടി കൊണ്ട് അടിച്ച് മരിച്ചു എന്ന് പറഞ്ഞല്ലോ. അവൻ്റെ ആ അടിച്ച് കൊന്നതിൻ്റെ ഫാദർ ഇതിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് ആ ജനറ്റിക് ഫ്രാക്ചർ ഈ അച്ഛനിലുണ്ട്. ഞാൻ ജീനുമായിട്ട് ബന്ധപ്പെട്ട് ക്രിമിനൽ ജീനുണ്ട്. ആ ക്രിമിനൽ ജീൻ ഇല്ലെങ്കിൽ ഇത് ഇവരിൽ കിട്ടി. അത് 7 തലമുറയിലുള്ള ജീനോ ഫാക്ടറി എന്ന് പറയുമ്പോൾ അതിന് പരിഹാരമുണ്ടോ? പരിഹാരം ഒന്നിക്ക് ജീനോ തെറാപ്പി നടത്തണം. അത് മാത്രമല്ല, ഇപ്പം ജീനിനെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഈ പറഞ്ഞ ജീനുകളെ എങ്ങനെയാണ് കണ്ടെത്താനുള്ള സംവിധാനമുണ്ട്. അതായത് കുട്ടിയിൽ അക്രമവാസന ഉണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴികളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ബിഹേവിയർ വെച്ചിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഏതൊക്കെ രീതിയിലുള്ള ബിഹേവിയർ ചെറിയ അറിയാം. ഈ ചെറിയ പെട്ടെന്ന് കുട്ടികൾ ചെറിയ ചൈൽഡ് സമയത്ത് തന്നെ കുട്ടികളെ നീ ചോദിച്ചാൽ അമ്മമാർ കൊടുക്കൂല, അപ്പം തലയടിക്കും. അവിടെ തുടങ്ങാൻ പറഞ്ഞാൽ ചില അമ്മമാർ പറയുന്നത് ഇതിൽ കറിഞ്ഞ എനിക്ക് മോമെന്റ് വെള്ളയില്ലായിരുന്നു, എന്തെങ്കിലും ഞാൻ സ്നേഹിച്ചപ്പോൾ ഒരടി തലക്ക് എനിക്ക് വെച്ചിരിക്കും. അമ്മ കറിയുന്നുണ്ടല്ലേ? ഈ ഒരു ആറ്റിറ്റ്യൂഡ് വരാൻ കാരണം നമുക്ക് ജനറ്റിക് ഫ്രാക്ചറിന് ഇതിന് അമ്മയച്ഛൻ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരിക്കും. പക്ഷെ അങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ എവിടെയും ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള ജീനുകളുണ്ട്. അതല്ല ഈ കുട്ടി ഇങ്ങനെ ആവില്ല. പലതും വരാം. ആണ് കാരണം എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റായി പറയാം. കാരണം അത് ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് ഈ കുട്ടിക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു തന്നെ എങ്ങനെയാണ് ഈ ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ
അതിന് കുറേ റീസണിൽ കുട്ടി വൺ ഓഫ് ദി റീസൺ മാത്രമേ ഞാൻ പറയുന്നത്. മാത്രമല്ല ചില പേഷ്യൻസിനെ കൊണ്ടുവന്നാൽ പ്രത്യേകിച്ച് ഇതുപോലുള്ള അഡ്വക്കേറ്റുകളെ തന്നെ എടുത്ത് കേസുകൾ അയക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അവിടുത്തെ സംഭവങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഫാദർ നല്ലൊരു ബിസിനസ്സുകാരനാണ്. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ മുഖത്തടിക്കും വൈഫിൻ്റെ, മുഖത്തടിക്കും. അയാൾ എന്തടിയെന്ന് പറഞ്ഞാൽ അടിക്കും. അടിച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ ഈ സ്ത്രീ പ്രതികരിക്കില്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇയാൾ എന്തെങ്കിലും സാധനം വെച്ച് കൊടുക്കും, എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കും, കിട്ടും. അപ്പോൾ അറിയാതെ അടികൊണ്ട വേദനിച്ചാലും എനിക്കതിന് പ്രതിവിധി നിന്നുകൊണ്ട് അവർ മിണ്ടാതിരിക്കും. അതേമാതിരി ഡൊമാനിങ് ടൈപ്പുള്ളത് റെസിസ്റ്റീവ് ആയിരിക്കുന്ന ഫാമിലിയിലുള്ളത് തന്നെ. അങ്ങനെ അവർക്കൊരു കുട്ടിയുണ്ടായി, ഒരു കുഞ്ഞുമോനുണ്ടായി. അപ്പോഴാണ് തന്നെ വക്കീലിൻ്റെ അടുത്ത് അയക്കുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ആരെങ്കിലും നടന്നു പോകാൻ കാല് വെക്കും, കാല് വെക്കുമ്പോഴത്തേക്ക് പോവും, വീണ്ടും ഇവൻ ചിരിക്കും. അപ്പോൾ ചില പെൺകുട്ടികൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാലം നോക്കുമ്പോൾ ഇത് റിയലായിട്ട് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഞാൻ അതിനെപ്പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാല് വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടീനെ ഇവൻ ചിരിക്കും. അപ്പം മുഖത്തിൽ അപ്പോൾ കല്യാണം വിട്ട് വെച്ച് ഈ ഒരു കുട്ടി കണ്ടപ്പോൾ ഇവൻ ഈ ഫാദർക്ക് ഭയങ്കര ഫീലിംഗ് ആയി. അടിച്ച് ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി, നീ എന്താടാ ചെയ്തത് അങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി പിടിച്ചു വെച്ച് കിടന്നു. രാത്രി 1 മണിയായപ്പോൾ കൊണ്ട് ഒരു ശബ്ദം എൻ്റെ മുഖത്ത്, ഈ ഫാദറെ കണ്ണൊക്കെ ചെക്കനാ, ഉപ്പ എന്നാ ആൾക്കാരെ വീട്ടിൽ ശല്യപ്പെടുത്തില്ലേ, അതുകൊണ്ട് ഞാൻ ഉപ്പം കുറേ നേരം കാത്തിരുന്നാണ് അടിക്കാൻ വേണ്ടി. അടിച്ച് മുഖത്തങ്ങ് കൊടുത്തു. അടിച്ച് മുഖത്തങ്ങ് കൊടുത്തതിന് ശേഷം ഇയാളെ വിഷമമായി. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അബ്ദുറഹ്മാൻ വക്കീൽ, ലീഡിങ് അഡ്വക്കേറ്റാണ് തലശ്ശേരി പാർട്ടിയുടെ. പുള്ളി പറഞ്ഞു ഇന്ന ആളെടുത്ത് പോയിക്കോന്ന് പറയും. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഈ കുട്ടിയെ അടിച്ചു കാല് വെച്ചു, ഞാൻ ഈ കുട്ടിയുടെ ഒരു ബിഹേവിയർ ഡിസോർഡർ ഞാൻ പറയാറേ ഇല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു പ്രഗ്നൻസിൻ്റെ സമയത്ത് പോലും ഇവരെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ് കോൺഷ്യസിൽ ഈ കുഞ്ഞിയുടെ സബ് കോൺഷ്യസ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ചെറിയൊരു സബ്ജക്റ്റ് അല്ല, നിങ്ങൾ ചെറിയൊരു വിഷയം ഇത് ചെറിയൊരു സബ്ജക്റ്റായിട്ട് കാണില്ല. എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആവുന്നത്. കാരണം ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്, സൈക്കാട്രിസ്റ്റുമാരുണ്ട്. അവരൊക്കെ പാരാസൈക്കോളജിസ്റ്റുകളുടെ എണ്ണം കുറവാണോ? ഇല്ലെന്ന് തന്നെ പറയാം, PhD മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സാധനം കിടക്കുന്നുണ്ട്. അതിന് എൻവയോൺമെന്റ് ആക്കി കൊടുത്ത് അവന് അവസരം കൊടുക്കരുത്. സമൂഹത്തിന് ഒറ്റ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞ ഭരണകൂടം മാത്രമല്ല, ജുഡീഷ്യറിക്ക് ഒരു സ്ഥാനം ഇട്ടിട്ടുണ്ട്. കാരണം പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ സബ്ജക്റ്റ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഉടനെ എന്നെ കൊണ്ടുപോയി പെരാൾ വിട്ട് കൊന്ന് 3 പിന്നെ 3ാമത്തെ ദിവസം. അപ്പോൾ പെരാളിൽ കൊടുക്കുന്നത് ഇപ്പോൾ ജുഡീഷ്യറി അനുസരിച്ച് കൊടുക്കണം. അത് കൊടുത്ത ഉടനെ 3 കൊന്നു. പിന്നെ ശരി, ഒരു കുടുംബത്തിലെ നമ്മുടെ സംഭവം നടന്നു കൊടുക്കാന്ന്. അപ്പോൾ ഈ നേരത്തെ മേഡം പറഞ്ഞതുമാതിരി ഇപ്പോൾ അവരെ പരീക്ഷയ്ക്ക് ഇരിക്കാൻ വേണ്ടി സമ്മതിച്ചെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഇത് കിട്ടി. പിന്നെ ഒരു വലിയ അക്രമം ഉണ്ടായി. ഞാനതൊന്നും പൊളിറ്റീഷ്യനിലേക്ക് കടക്കുന്നില്ല. അത് സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതൊക്കെ എന്തൊരു ഭീകരതയാണ് നമ്മുടെ രാജ്യത്ത്. അത് ഭീകരതയാണ്. അങ്ങനെയുള്ള ഒരു നാടാണ് മാറി. അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞു മക്കളെ ഹെൽമെറ്റ് എടുത്ത് തല്ലെന്ന് പറയുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു ഭരണകൂടം നടക്കും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ എൻ്റെ വിനീതമായ അഭിപ്രായം, ഇങ്ങനെ വരുന്ന കുട്ടികളെ ഞാൻ ജീനോ ടെസ്റ്റിങ്ങിന് അയക്കണം എന്ന് പറയും. അപ്പോൾ അതിനോട് നമ്മൾ അതിന് ഏർപ്പാടൊക്കെ ഉണ്ട്. ഹൈദരാബാദാണ് അതിൻ്റെ കേന്ദ്രം. നമ്മൾ സെലൈവ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടും. നമ്മൾ ആരാണ്, എന്താണ്, എന്തെല്ലാം തരത്തിലുള്ള ഡിസീസ് വരാം. നമ്മുടെ ജീൻ ടെസ്റ്റ് എടുത്തുള്ള പ്രതിവിധി മെഡിസിൻ ഉണ്ടോ? അത് മെഡിസിൻ അലോപ്പതി കൊടുക്കാൻ മെഡിസിൻ്റെ മെഡിസിൻ ഉണ്ടാവുമല്ലോ. മെഡിസിൻ അതാണ് ഈ ജീനിനെ മാറ്റണം. അപ്പോൾ അത് സപ്രസ് ചെയ്യാനേ പറ്റുള്ളൂ. മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ എൻ്റെ പോയിന്റ് കൂടി അവസാനിപ്പിക്കുകയാണ്. ബേസിക് നിൽക്കുന്ന ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിന് കാരണം ഭക്ഷണമായിട്ട് ബന്ധമുണ്ട്. നമുക്ക് അഡ്വക്കേറ്റ് രവിയിൽ തുടങ്ങാം. ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ ഈ പല സിനിമകളും വയലൻസാണ്. തല അങ്ങനെ തന്നെ ചെതറിപ്പോവുക, ജനിച്ചു വീണ കുട്ടിയെ കഷ്ണാക്കുക, പിന്നെ എങ്ങനെ കൊല്ലുക, കൊലപാതകം അത് മൃഗീയമായ രീതിയിൽ അവതരിപ്പിക്കുക, അത്തരം സിനിമകൾ, പിന്നെ പല വ്ളോഗർമാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, ഇതൊക്കെ എങ്ങനെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത്? തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ തന്നെ ഏറ്റവും മോഡേൺ ഫോണുകളുള്ളത്. നമുക്കറിയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കാര്യങ്ങൾ അതിൽ ചെയ്യാൻ അവർക്കറിയാം. എല്ലാവരും വിരൽത്തുമ്പിൽ കിട്ടുന്നുണ്ട്. അത് അക്രമാസക്തം എല്ലാം. ഇത് വെടിവെച്ച ആളെ കൊല്ലുക, മറ്റേ എതിരാളിനെ തകർക്കുക, എതിരാളിനെ കൊല്ലുക, എതിരാളിനെ മുറിച്ച് കൊല്ലുക, ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സിനിമ കണ്ടാൽ ആ സിനിമയിലെ ഫാഷൻ നമ്മൾ അനുകരിക്കും, എല്ലാവരും അനുകരിക്കും. ആ പുതിയ ഫാഷൻ സിനിമയിൽ കാണുന്ന ഫാഷൻ അനുകരിക്കും. അവിടുത്തെ വയലൻസ് നമ്മൾ അനുകരിക്കും.
കുട്ടികളതാ കാണുന്നത്. കുട്ടികൾ ആദ്യം ഫാഷൻ അനുകരിക്കും, പിന്നെ അവിടുത്തെ വയലൻസ് അനുകരിക്കും. അത് സിനിമയിലും ഓൺലൈൻ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ തന്നെ ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്സ്, അതും കുട്ടികൾക്ക് ഇന്ന് ഫോണിലൂടെ അവൈലബിൾ ആണ്. പിന്നെ ഭക്ഷണ രീതി, നമ്മൾ കഴിച്ച ഭക്ഷണമാണ് ഇന്ന് കഴിക്കുന്നത്, നമ്മൾ മുമ്പ് കഴിച്ച ഭക്ഷണമാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഭക്ഷണ രീതിയും സ്വഭാവത്തിനെ ബാധിക്കുന്നുണ്ട്. അതും ഒരു കാര്യം. ശാസ്ത്രീയമായ വിഷയത്തിലേക്ക് എങ്ങനെയാണ്? അല്ല, പക്ഷെ എനിക്ക് നേരത്തെ പറയാൻ ഈ നമ്മൾ ഈ പൊളിറ്റിക്സ് കാലത്ത് ഈ സംഭാഷണം കൊണ്ടുപോകുമ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ജാതിമത അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ജാതിമത വർഗീയ സംഘടനകൾ, വർഗീയ രാഷ്ട്രീയക്കാര്, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ തന്നെ എന്തെല്ലാം അത് മറുപടി അത് തെറ്റാണ്. അത് സാഹചര്യം ഉപയോഗിക്കാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭക്ഷണം എതിരി കിടക്കുന്ന പറയും. ഇത് കാരണം ഈ ഡോപ്പാമിൻ സിറോട്ടോണിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രെയിനിൽ 2 കെമിക്കൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഈ പിന്നെ വേരിയേഷൻ നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന് കാരണം ഭക്ഷണത്തിൽ കഴിക്കുന്ന ഈ സ്റ്റിറോയിഡുള്ള ഫുഡ് ആണ് കഴിക്കുന്നത്. അതും നമുക്ക് സ്വഭാവത്തിനെ ബാധിക്കുന്നുണ്ട്. കോർട്ടിക്കോ ട്രോഫിക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹോർമോണുണ്ട്, അഡ്രിനോ കോർട്ടിക്കോ ട്രോഫിക് എന്ന് പറയും. അപ്പോൾ കോർട്ടിസോൾ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സ്ട്രെസ് വരും. അതെന്തൊക്കെ ഭക്ഷണങ്ങളാണ് അതിനകത്ത് വരുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കുന്ന മാംസവും തന്നെ, പ്രത്യേകിച്ചിട്ട് ചിക്കനിൽ സ്റ്റിറോയിഡ് ഉണ്ട്. അത് ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്റ്റിറോയിഡ് ഉണ്ട്. ഇന്നിപ്പോൾ എവിടെ പോയി നോക്കിയാലും ചിക്കനും പൊറോട്ടയേ ഉള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് അത് എസിഡിക് ഫുഡാണ്. അപ്പോൾ അത് കാരണത്താൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ മാറ്റം വരുന്നു. ആൽക്കൈൻ ഫുഡേ കഴിക്കാൻ പാടുള്ളൂ. നാച്ചുറൽ ഇതിനനുസരിച്ച് ന്യൂട്രീഷൻ ബേസിൽ ആൽക്കൈൻ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, ഇലക്കറികളൊന്നും നമുക്ക് നമ്മുടെ സംസ്കാരത്തിലില്ല. പഴയ കാലങ്ങളിൽ ഞാൻ ഈ കല്യാണത്തിന് പോകുമ്പോൾ ഹിന്ദുക്കളെ കല്യാണം വരട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു മുസ്ലിമാണല്ലോ ജന്മനാൽ, ഒരു മതവിശ്വാസിയല്ല, ഞാൻ അധികം പറഞ്ഞോട്ടെ. അല്ല, ജന്മയുടെ അങ്ങനെയുള്ള ഒരു വിശ്വാസം എനിക്കില്ല എന്ന് പറയാം. കാരണം മൊത്തത്തിൽ മതപരമായ ആചാരങ്ങളോട് ഞാനത്ര തൃപ്തിപ്പെടുന്നില്ല. അത് ജീനോം പ്രൊജക്റ്റ് പഠിച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് മാറിയത്, അല്ലാതെ വിശ്വാസത്തിൻ്റെ ബേസിലല്ല. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഹൈന്ദവരെ വലിയ കല്യാണത്തിന് വിളിച്ചാൽ നല്ല പായസം കിട്ടും, നല്ല സദ്യയുള്ളൂ. അതെനിക്ക് കൊതിച്ച് എന്നെ വിളിക്കേണ്ട താമസം ഞാൻ പോകും. ഇപ്പോഴെന്താ സംഭവം? അവിടെ ബിരിയാണി. പിന്നെ അപ്പോൾ അവിടെ മതവും ജാതിയും ഒന്നുമില്ല, മതത്തിനും ജാതിക്കൊന്നും പ്രസക്തിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ക്രമക്കേട് മാറിയതിനനുസരിച്ച് നമ്മൾ ക്രിമിനൽ ആറ്റിറ്റ്യൂഡും കൂടിയിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ചെയ്യുന്നത് കൂൾ ഡ്രിങ്ക്സാണ് കുടിക്കുന്നത്, കൊക്കക്കോള പോലത്തെ കഴിക്കുന്നത്, അത് മുഴുവൻ അസിഡിക്കാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രീഷനിൽ ഒരു മാറ്റം വരുത്തണം. ഇതെല്ലാം നിങ്ങൾ സൂപ്പർഫിഷ്യലായിട്ട് പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ ന്യൂട്രീഷൻ വളരെ ഘടകമാണ്. അതും കൂടി കണക്കെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നമ്മളിതിനെ ഒരു ചർച്ചയിൽ ഒതുക്കുക എന്നുള്ളതല്ലാതെ പ്രാക്ടിക്കബിളല്ല. നമുക്ക് തിരിച്ചു വരാം. മേയറെ, ഡെപ്യൂട്ടി മേയർ, ഒരു ചോദ്യം. നമുക്ക് മുമ്പ് കാലത്തൊക്കെ കുട്ടികൾക്ക് നല്ല റോൾ മോഡലുകളുണ്ട്. കാരണം അവർ ഗാന്ധിയെ പഠിക്കുന്നു, നെഹ്റുവെ പഠിക്കുന്നു, EMSനെ പഠിക്കുന്നു, AKജിയെ പഠിക്കുന്നു, ഗാന്ധിജിയെ പഠിക്കുന്നു. അങ്ങനെ അവർ കണ്ട കുറേ മാതൃകകൾ, ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള, വാഗ്ഭടാനന്ദൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകളെക്കുറിച്ച് അവർ അറിയുകയും പഠിക്കുന്നു. ഇന്നത്തെ ആ പഠനശാലയൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പം എല്ലാം ഓൺലൈനാണ്. ട്യൂഷൻ ഓൺലൈനാണ്, ക്ലാസ്സുകൾ കൂടുതൽ ഓൺലൈനാണ്, എല്ലാം ഓൺലൈനാകുന്നു. ഈ ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള മാറ്റം, റോൾ മോഡലുകൾ ഇല്ലാതാകുന്നു. അവരുടെ റോൾ മോഡൽ എന്നൊക്കെ പറയുന്നത് ഇപ്പം അമേരിക്കൻ പ്രസിഡന്റും നമ്മുടെ വേറൊരു രാജ്യത്തിന്റെ പ്രസിഡന്റും തമ്മിൽ, ഉക്രൈൻ പ്രസിഡന്റും തമ്മിൽ അടികഴിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ലോക നേതാക്കൾ. ഇതാണ് നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നത്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിൽ ചാനൽ ചർച്ചകളിൽ ഏറ്റുമുട്ടുമ്പോൾ തെറിയ വിഷയം, പട്ടി. ഇത് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, പണ്ട് രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറഞ്ഞ ജനങ്ങൾ അനുകരിക്കേണ്ടിയിരുന്ന മനുഷ്യരാണ്. കാരണം EK നായനാരും KK നായനാരും തമ്മിൽ പക്ഷെ അവരുടെ സ്നേഹം ഇത് നഷ്ടപ്പെട്ടിരുന്നു. കണ്ടാൽ മിണ്ടാത്ത നേതാക്കൾ. എനിക്ക് തോന്നുന്നു ഒരു ഡെപ്യൂട്ടി മേയർ, ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലക്ക് നിങ്ങളുടെ ഒരു മനസ്സിൽ അത് സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം, ഞാനെല്ലാം ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരിയാണെങ്കിലും EK നായരുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ആവേശമാണ്. അതുപോലെ EMS നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആരാധിക്കുന്ന നേതാക്കന്മാർ, നെഹ്റു, KK, നമ്മൾ ഒരുപാട് നേതാക്കന്മാരെ കാണുന്നുണ്ട്. കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധം കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കുട്ടികൾ മറ്റു ആക്ടിവിറ്റീസിലേക്കാണ് അവർ ലഹരിയുടെ പിറകെയും മൊബൈൽ ഫോണിലുള്ള കാണുന്ന ഗെയിം എന്ന് പറയുന്ന അവിടെ നടക്കുന്ന അക്രമങ്ങളിലൂടെ അവിടെ അക്രമാസക്തമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു, അതിൽ വിജയം അവർ ആഘോഷിക്കുന്നു. അവരെ മനുഷ്യ ശരീരത്തിൽ തന്നെ ആ മാറ്റങ്ങളിൽ നേതാക്കൾ ഇല്ല. നേതാക്കന്മാരെ
ആ ചിന്തകളിലേക്ക് കുട്ടികൾ വളരുന്നില്ല. നമ്മൾ അത് മനസ്സിലാക്കണം. കാരണം ആത്മീയമായ ചിന്തകളിലേക്കായാലും കുട്ടികൾ ആ തരത്തിലേക്ക് പോകുന്നില്ല. വായന കുട്ടികൾക്ക് കുറഞ്ഞു. എവിടെ വായനശാലകൾ, നമ്മളെല്ലാം പഠിക്കുമ്പോൾ മുക്കിന് വായനശാലകൾ ഉണ്ടായിരുന്നു. ആ ഭാഗത്തുള്ള ഒരു പറ്റം കുട്ടികൾ ഒരുമിച്ചാണ് വായനശാലയിൽ പോയി പുസ്തകം കൊണ്ടുവരുന്നത്. ഇന്ന് ആ സമ്പ്രദായമേ ഇല്ല. ഇന്ന് കുട്ടികൾ മൊബൈൽ ഫോണിലാണ് മുഴുവൻ സമയവും ഗെയിം കളിക്കുക, മറ്റുള്ള സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് ചാർജ് ചെയ്ത് ചെയ്യുക. ഈ ഒരു വിഷയം. മറ്റു വിഭാഗം എന്ന് പറഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ടു. ആ ഒരു കുട്ടികൾക്ക് ഒന്ന് ഓൺലൈനാണ് വ്യാപാരം, മുഴുവൻ ഓൺലൈൻ വ്യാപാരമായി മാറിക്കഴിഞ്ഞു. കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങൾ, സംസാരമില്ല. ഒരു വീട്ടിൽ ഒരു ബെഡ് കിടക്കുന്ന ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് ഫോണിൽ. അതാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്ന മെസ്സേജ് ആണ് കാണുന്നത്. നമ്മൾ അത് ചിന്തിക്കണം. സംസാരമില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ സ്കൂളിലേക്ക് വടി കുട്ടികളെ അധ്യാപകരുടെ ചൂരൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു? തീർച്ചയായും അത് ചൂരലിൽ നിന്ന് ആവശ്യമില്ല. കാരണം എന്നെ പഠിപ്പിച്ചത് ഇപ്പം CV കുഞ്ഞിരാമ മാഷ്, കുഞ്ഞിക്കണ്ണൻ, ചൂരൽ കൊണ്ട് വന്നവരല്ല. ചൂരൽ. പക്ഷെ നമ്മൾ അവരെ കണ്ടാൽ ഇന്നും അല്ല, അത് ചൂരൽ കൊണ്ടല്ലല്ലോ. നമ്മള് ചൂരൽ നിന്നല്ലോ. ഇന്ന് അധ്യാപകരുടെ അപ്രോച്ചിലും വ്യത്യാസമുണ്ട്. അധ്യാപകർ പഴയ പേടിച്ചിട്ടാണ്, ഇന്നത്തെ കുട്ടികളെ പേടിച്ചിട്ടാണ്. അതൊരു വേറൊരു വിഷയമാണ്. ഒരു പോയിന്റ് നമ്മൾ പറയാം. ഈ 16 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഹീനിയസ് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവരെ മറ്റു കോടതികളിൽ മറ്റുള്ള ക്രിമിനൽസിന്റെ കൂടെ വിചാരണ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. അത് നമ്മൾ പരിശോധിക്കണം. ആ നിയമത്തിൽ ഒരു മാറ്റം വരുത്തുന്നതാണ് വ്യക്തിപരമായ അഭിപ്രായം. ഈ പ്രേത ആത്മാവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ക്രിമിനൽ മെന്റാലിറ്റി വരുന്നതിൽ പ്രേതങ്ങളും പ്രയോഗത്തിനോട് ഞാൻ എതിരാണ്, അങ്ങനെയുള്ളതല്ല. പക്ഷേ ഈ സബ്ജക്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ആത്മാക്കളും പ്രേതങ്ങളും വരുന്നുണ്ടല്ലോ, ഈ പ്രേതം എന്തെങ്കിലും പണിയെടുക്കുമോ? ഇല്ല. അത് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കുന്ന വ്യൂസാണ് പാരാസൈക്കോളജിയിലുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ 3 പേരും കൂടെ പറയുമ്പോൾ എനിക്കൊരു ചിരി വരുന്ന രംഗമുണ്ട്. കാരണം എൻ്റെ പേരക്കുട്ടികളുണ്ട്. 4 മക്കൾക്കും 4 പേരക്കുട്ടികളായി. ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാൾ ഇത് പഠിക്കുന്നു. അങ്ങനെ ഉള്ളൊരു വലിയൊരു ഫാമിലിൻ്റെ ഒരു അധിപനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ബേസിൽ എൻ്റെ പേരക്കുട്ടികൾ ചിലപ്പോൾ ചോദിക്കും, മോളെ ഇതൊന്ന് ശരിയാക്കി തരുമോ, ചില ആപ്പ് എടുക്കാം. അപ്പോൾ എന്താ പറയുന്നറിയോ, ഞാൻ അവളെ റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ പേരൻസ് പണ്ട് ഇതുവരെ മാഡം പറഞ്ഞ മാതിരി അതൊക്കെ പോയി. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വന്നു. നിങ്ങൾ എന്താ ആളത്ത് അതുകൊണ്ട് എനിക്ക് ചിരി വരുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ കൊണ്ട് എന്തായി നിർമ്മിത ബുദ്ധി വന്നു. നമ്മൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആരും വേണ്ട, നമ്മളിതൊന്നും വേണ്ട. ഇപ്പം കിട്ടും 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ട് കിട്ടും, റോബോട്ടിക്കിന് കിട്ടും. അല്ല, ചൈന പുറത്തിറക്കി. ആ 25,000 രൂപയ്ക്ക് താഴെ ആദ്യം 50,000 രൂപ വേണ്ട. അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി നമ്മളിത് പ്രോഗ്രാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ അടുക്കള ജോലി ചെയ്യണോ അതൊന്നും സമയം ചെയ്തോളൂ. അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഇല്ല, ശല്യപ്പെടുത്തില്ല. അവർ പറയും ഡ്യൂട്ടി ചെയ്യും, ആ സമയത്ത് അങ്ങ് പോകും. 15,000 20,000 രൂപ ഹോം മിനിസ്റ്റർ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ 25,000 രൂപ ഇത് വാങ്ങിയാൽ നമ്മൾ ചിട്ടി എന്ന് പറഞ്ഞൊരു സിനിമ, യന്ത്രങ്ങളുടെ ഒരു സിനിമ രജനീകാന്തിന്റെ വന്നിരുന്നു. ഈ സാധനം, ആ കഥാപാത്രത്തിന്റെ പേര് ചിട്ടി എന്നായിരുന്നു. അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്കഷൻ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനറേഷൻ ഗ്യാപ്പ് വന്നു. കാരണം സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ആൾക്കാർ അനാഥാലയത്തിൽ കൊണ്ടുപോകും. പറഞ്ഞു എന്നോട് ഇപ്പോൾ കൂടുതൽ പറയണ്ട കേട്ടോ, നമ്മളെ കൊണ്ടുപോയി. അപ്പൊ വേറെ രക്ഷയൊന്നുമില്ല, ഒരു രക്ഷയും. അരാജകത്വം നമ്മുടെ ഭാഷയിൽ അനുകൂലിക്കാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അല്ല, പ്രതികൂലിച്ചൊന്നും കഴിയില്ല. നമ്മൾ ഈ ഡിസ്കഷനിൽ ഈ ഷഹബാസിന്റെ കേസ് തന്നെ അവിടെ നീ നിർത്തടാന്ന് പറയുന്ന ഒരുത്തനുണ്ടെങ്കിൽ കുറെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവസരം കൊടുക്കാതിരിക്കുക വേണ്ടത്. ഈ അവസരം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പേരൻസ് ഉണ്ട്.
അത് നമ്മൾ Parenting ഒരു പ്രധാന ഘടകമാണ്. പാരന്റിംഗ് ആണ് ശരിയായി കിടക്കും. ആ പാരന്റിംഗ് ഇല്ലെങ്കിൽ പാരന്റിംഗ് അതാണ് ഞാൻ ചെയ്ത കുട്ടികൾക്കല്ല. നമ്മളെ ചർച്ചയുടെ സമയം തീരുകയാണ്. ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കുട്ടികളുടെ സംരക്ഷണം സംബന്ധിച്ച നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ അനിവാര്യമായി മാറിയിരിക്കുന്നു. രണ്ട്, കുട്ടികളെക്കാൾ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് രക്ഷിതാക്കളിലേക്കാണ്. ഇപ്പം ഡോക്ടർ താഹിർ പറഞ്ഞ പ്രധാനപ്പെട്ട കുറേ പോയിന്റുകളുണ്ട്. രക്ഷിതാക്കൾ, ബ്രോക്കൺ ഫാമിലികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് കാണാം. ലിബറലായിട്ട് വളരെ ജനാധിപത്യം നിലനിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് സംഘർഷം കുറവായിരിക്കും. അവർക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. സംസാരം നിലച്ചിരിക്കുന്നു. യന്ത്രങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നു. അവർക്ക് ആശയവിനിമയം ഇല്ലാതാകുന്നു. ഇന്നത്തെ ജങ്ക് ഫുഡുകളുടെ പുറകെ നമ്മൾ പോകുന്നു. ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ലഹരിയും കൂടി അങ്ങ് ചേർന്നപ്പോൾ നമ്മളെ മൊത്തത്തിൽ സ്വഭാവം മാറിയിട്ടുണ്ട്. താഹിർ പച്ചക്ക് പറഞ്ഞു ചർച്ച കൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അതൊരർത്ഥത്തിൽ ശരിയാണ്. എങ്കിലും മാറ്റം ഉണ്ടാക്കിയേ പറ്റൂ. നമുക്ക് സമാധാനത്തിൽ നമുക്ക് ജീവിക്കണ്ടേ? ഏത് സമയവും കൊല്ലപ്പെടുന്ന രീതിയിൽ രക്ഷിതാക്കൾ വരെ ഭയന്ന് കഴിയുക, വീട്ടിനുള്ളിൽ മകനെ കാണുമ്പോൾ ചുറ്റുകയും കത്തിയും എടുത്ത് ഒളിപ്പിച്ച് വെക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് നമ്മൾ പോയാൽ അത് പറ്റുമോ? അതുകൊണ്ട് നേതൃത്വം ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങളെല്ലാം വളരെ ഗൗരവമായി ആലോചിക്കണം. അതോടൊപ്പം തന്നെ ജുഡീഷ്യറിയും ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം, കുട്ടികളിൽ അക്രമവാസന വളരുമ്പോൾ അവരിൽ ജീൻ ടെസ്റ്റ് അടക്കം ചെയ്യാനുള്ള, അവരെ നിരീക്ഷിച്ച് അവരുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനുള്ള വളരെ ശാസ്ത്രീയമായ നീക്കങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിച്ചേ പറ്റൂ. അല്ലാതെ ബോധവൽക്കരണം കൊണ്ടോ കുറേ പ്രകടനങ്ങൾ കൊണ്ടോ ബൈക്ക് റാലി നടത്തിയതുകൊണ്ടോ ഓട്ടം നടത്തിയതുകൊണ്ടോ ഇതിന് മാറ്റമുണ്ടാകില്ല. ഇപ്പോൾ കാണുന്ന അതാണ്, ബൈക്ക് റാലി, പ്രകടനം, പോസ്റ്റർ, ഇതുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകാം കുറച്ച്. പക്ഷേ യഥാർത്ഥത്തിൽ അടിവേര് കണ്ടെത്തണമെങ്കിൽ വളരെ ശാസ്ത്രീയമായ, വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ സമസ്ത മേഖലകളിലും ഉണ്ടായേ പറ്റൂ. അത് രാഷ്ട്രീയ രംഗത്ത് വേണം, പേരൻറ്റിങ്ങിൽ വേണം, കുട്ടികളുടെ ബിഹേവിയർ കണ്ടെത്തി അതിനകത്ത് ഇടപെടണം. അങ്ങനെ മൊത്തത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പെട്ടുപോകും നമ്മൾ. ജീവിതം കുറച്ച് സ്ട്രഗിളാകും. അതുകൊണ്ട് ജാഗ്രത വേണം. ഇതിൻ്റെ പ്രേക്ഷകരുൾപ്പെടെ, അതും ഒരു സമൂഹമാണ്, പ്രേക്ഷകരും സമൂഹത്തിലെ എല്ലാ വിഭാഗവും ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അതിനായി നേർരേഖയുടെ ഈ എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വിലയേറിയ സമയം ഞങ്ങൾക്ക് തന്ന 3 പേർക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.